Good morning, my dear students. In the last section, we have discussed about what holds a crystal together. In that case, we have seen that there are main forces. What are the main forces acting on a crystal to bound together? That are the dipole-dipole interaction, hydrogen bond, then van der Waals interactions. ഓക്കെ, അപ്പോൾ ഇത്രയും 3 ടൈപ്സ് ഇൻ്ററാക്റ്റീവ് ഫോഴ്സസ് ആണ് ഒരു ക്രിസ്റ്റലിൻ്റെ കേസിൽ അതിനെ ഹോൾഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് വാട്ട് ഹോൾഡ്സ് എ ക്രിസ്റ്റൽ ടുഗദർ. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ് ആണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ എന്തൊക്കെ ബോണ്ടിങ്ങാണ് കണ്ടത്? ഫസ്റ്റ് വൺ ഈസ് അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്. ദീസ് ആർ ദ പ്രൈമറി ബോണ്ട്സ് ആൻഡ് hydrogen bond and van der Waals interactions are the secondary bonds. ഇങ്ങനെ 5 ടൈപ്പ് ബോണ്ടിങ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഞാനൊരു ഫിഗർ കാണിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ കിറ്റിലുള്ള അതേ ടെസ്റ്റ് ഫിഗർ തന്നെയാണ്. the principal types of crystal binding. ഫസ്റ്റ് വൺ ഈസ് ആർഗൺ. ആർഗണിനെ നമുക്കറിയാം, ആർഗൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇനേർട്ട് ഗ്യാസ് ആണ്. അപ്പോൾ അതിനകത്ത് ഏത് ഫോഴ്സസ് ആണ് ഇതിനകത്ത് എക്സിബിറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അപ്പോൾ ആർഗൺ എന്ന് പറയുന്നത് ഇനേർട്ട് ഗ്യാസ് ആയതുകൊണ്ട് വീക്ക്ലി ഇൻട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. കാരണം അതിനകത്ത് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആർഗണിൻ്റെ കേസ് ലൂസ്ലി ബൗണ്ടായിട്ട് ആർഗണിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് ന്യൂട്രൽ ആറ്റംസ് വിത്ത് ക്ലോസ് ഇലക്ട്രോൺസ് ഷെൽസ് ആർ ബൗണ്ട് ടുഗദർ വീക്ക്ലി ബൈ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തായിരിക്കും? ഇതിനകത്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക. ഡൈപ്പോള് ഇൻഡ്യൂസ്ഡ് ഡൈപ്പോളാണ്, അല്ലേ? അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഡൈപ്പോൾ ആയതുകൊണ്ട് അതിനകത്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കേസിൽ അവിടെ ഒരു പെർമനൻറ്റ് ഡൈപ്പോളായിട്ട് ഹൈഡ്രജൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യണം ഡൈപ്പോൾ. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും? ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയനൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്ണ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്. നമുക്കറിയാം അയോണിക്കാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്. അയോണിക് ആയിട്ടുള്ള ബോണ്ടാണ് സോഡിയം Na+Cl- ബോണ്ട്സാണ് അവിടെ, അല്ലേ? അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദ ആൽക്കലി ആറ്റംസ് ടു ദ ഹാലജൻ ആറ്റം. ഇലക്ട്രോൺസ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഇവിടെ നിന്നാണ്? ദാറ്റ് ഈസ് ഫ്രം ദ ആൽക്കലി ആറ്റം ടു ദ ഹാലജൻ ആറ്റം, അല്ലേ? ആൽക്കലി ആറ്റത്തിൽ നിന്ന് ഹാലജനിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആൻഡ് ദ റിസൾട്ടിങ് അയൺസ് ആർ ഹെൽഡ് ടുഗദർ ബൈ അട്രാക്റ്റീവ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ്. അപ്പം അങ്ങനെ നമുക്ക് ഇത് Na+Cl- ആയിട്ടത് ഹോൾഡ് ചെയ്യുവാണ്. അതിനാണ് എന്ത് പറയുന്നത്? അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അയണൈസ് ചെയ്യുവാണ് Na+ ആൻഡ് Cl- ആയിട്ട്, അല്ല? അയണൈസേഷൻ എനർജി അവിടെ നടക്കുവാണ്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, അല്ലേ, ഇവിടെ നമുക്ക് അയണൈസ് ചെയ്യുവാണ്, അല്ലേ? എങ്ങനെയാണ്? Na+ ആൻഡ് Cl- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഇനി നെക്സ്റ്റ് വൺ സോഡിയം. സോഡിയത്തിൻ്റെ കേസിൽ അവിടെ എന്താണ്? സോഡിയം ഒരു മെറ്റലാണ്. അപ്പം മെറ്റാലിക് ബോണ്ട് അവിടെ നടക്കുന്നത്. അപ്പം ഇൻ ദാറ്റ് കേസസ് we can see that the valence electrons are taken away from each alkali atom. Valence electrons are taken away from each alkali atom to form എന്തായിരിക്കും? a communal electron sea in which the positive ions are dispersed. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവുകയാണ്. ഇലക്ട്രോൺ ക്ലൗഡിലേക്ക് ഇത് ഡിസ്പേഴ്സ് ചെയ്യുവാണ്. ഈ പോസിറ്റീവ് അയൺ കോഴ്സ് എല്ലാം കൂടി. അത് മെറ്റലിൻ്റെ കേസിൽ മാത്രമേ ഇത് പോസിബിൾ ആവത്തുള്ളൂ. അങ്ങനെയാണ് അതിനകത്ത് നമുക്ക് സോഡിയത്തിൻ്റെ കേസിൽ കാണുന്നത്. ദെൻ ഡയമണ്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കോവാലൻ്റ് ബോണ്ടാണ്. അവിടെ എന്താണ്? ഷെയറിങ് ആണ്. അപ്പോൾ കാർബൺ തന്നെ അവിടെ ഷെയർ ചെയ്യുവാണ്. അതിനകത്ത് കാർബണിൻ്റെ അതിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇത് കംപ്ലീറ്റ് ഫിൽഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ളത് അത് ഷെയർ ചെയ്യുവാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇതിനകത്ത് കോവാലന്റ് ബോണ്ടിനകത്ത്. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മെയിൻ ഫോഴ്സസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ക്രിസ്റ്റൽ ബൈൻഡിങ് ആർ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ between the negative charges of the electron and the positive charge of the proton in the nuclei, since the magnetic and the gravitational forces are so weak to be negligible. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫോഴ്സസ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷനാണ്. കാരണം എന്താണ്? ചാർജുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്, കുളോംബിക് ഇൻട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്, ചാർജുകൾ തമ്മിലുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ക്രിസ്റ്റൽസ് ഓഫ് ഇനേർട്ട് ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസ് ക്രിസ്റ്റലിനെ കുറിച്ച് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഏതിലാണ്? 18th ഗ്രൂപ്പിൽ കിടക്കുന്ന നോബിൾ ഗ്യാസസ് ആണ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ 18th ഗ്രൂപ്പിലെ നോബിൾ ഗ്യാസസ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. നോബിൾ ഗ്യാസസ് ആർ ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ദീസ് 18th ഗ്രൂപ്പിൽ കിടക്കുന്ന ഇതിനാണ് നമ്മൾ കാണാം, പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ലാസ്റ്റാണ് ഇത് കിടക്കുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് ഇനേർട്ട് ഗ്യാസ് ഡ്യൂ ടു ദെയർ നോൺ റിയാക്റ്റീവ് ബിഹേവിയർ. കാരണം എന്തായിരിക്കും? അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതായത് ഒന്നെങ്കിൽ അത് NS2 ആയിട്ട് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ അതിനകത്ത് 1s2 ആയിട്ട്, ഹീലിയം മാത്രമേ ഉള്ളൂ 1s2 കാണിക്കുന്നത്, ബാക്കിയെല്ലാം 2p6 ആണ്. അപ്പോൾ 2p6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിയിലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ആറ്റംസ്, 6 ഇലക്ട്രോൺസ് അല്ല, കംപ്ലീറ്റ്ലി കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആകും. എസിനാണെങ്കിൽ 2 ആണെങ്കിൽ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആകും. അപ്പോൾ അതിന് മറ്റ് എലമെൻസുമായിട്ട് ഷെയർ ചെയ്ത് അതിന് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? ഓൾറെഡി ഇത് സ്റ്റേബിളാണ്. That are known as inert gas. So these are in the 18th group in the periodic table. Last group in the periodic table. They are also known as inert gas due to their non-reactive behavior. These groups consist of 6 elements, namely helium, neon, argon, krypton, xenon and radon. അല്ലേ, ഇതെല്ലാം നമുക്ക് മെയിൻ ആയിട്ടുള്ള 6 ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഇവിടം വരെയാണുള്ളൂ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ ഇതാണ് മെയിനായിട്ട് ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ തന്നിരിക്കുകയാണ്. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഇനേർട്ട് ഗ്യാസസ് ഫോം എ സിംപ്ലസ്റ്റ് ക്രിസ്റ്റൽ. ദിസ് ഫോം എ സിംപ്ലസ്റ്റ് ക്രിസ്റ്റൽ. First one is it is a simplest crystal. The electron distribution is very close to that of the free atom. Electron distribution is very close to the second point എന്ന് പറയുന്നത് electron distribution is very close to that of the free atom. Then next point എന്ന് പറയുന്നത് the crystals are transparent insulator weakly bound with low melting temperature. ഓക്കെ, ക്രിസ്റ്റൽസ് ആർ ട്രാൻസ്പെറൻറ്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ലോ മെൽറ്റിംഗ് ടെമ്പറേച്ചറിൽ ദീസ് ആർ ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ഇത് ക്രിസ്റ്റൽസ് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് വീക്ക്ലി ബൗണ്ട്, അത് സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് അല്ല, സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ട് ചെയ്തിരിക്കുന്നതല്ല, ഇത് വീക്കായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നതാണ്, ക്ലോസ് ടു ദാറ്റ് ഓഫ് ദ ഫ്രീ ആറ്റം. ദെൻ ദ ആറ്റംസ് ഹാവ് വെരി ഹൈ അയണൈസേഷൻ എനർജി. The outermost electron shell of the atoms are completely filled and the distribution of electron charge in the free atoms is spherically symmetric. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇത് ആറ്റംസ് ആർ ഹാവ് വെരി ഹൈ അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി ഇവിടെ ഹൈ ആണ്. ഇനി ഓൾമോസ്റ്റ് ഓൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ദിസ് ഹാവ് എന്താണ് ക്യൂബിക് ക്ലോസ് പാക്ക് സ്ട്രക്ചറാണ്, FCC സ്ട്രക്ചറാണ് എല്ലാ ഇനേർട്ട് ഗ്യാസിനകത്ത് നടക്കുന്നത്. ഓൾ ദാറ്റ് മീൻസ് ഇൻ ക്രിസ്റ്റൽസ് the inert gas atoms packed together as closely as possible. Then the crystal structure are all FCC phase centered cubic close pack structure ആണ് ഇവിടെ കാണുന്നത്. എക്സെപ്റ്റ് He3 ആൻഡ് He4. ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും
എന്താണ് ഈ FCC സ്ട്രക്ചറാണ്, ക്യൂബിക് ക്ലോസ് പായ്ക്ക് സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇനി അടുത്ത പോയിന്റ് നമ്മൾ നോക്കുവാണ്. The electron distribution in the crystal is not significantly distorted from the electron distribution around the free atoms because not much energy is available to distort the free atom charge distribution. അപ്പോൾ അതിന് ഈ നമ്മളിപ്പോൾ ഇതിനകത്ത് വേറെ ഒരു ഫ്രീ ആറ്റവുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പിനൊന്നും വലിയ മാറ്റം വരുന്നില്ല, ഇത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നില്ല, ഒത്തിരി അങ്ങ് ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഇത് അത്രയ്ക്ക് അങ്ങ് എന്തായിരിക്കും, നോട്ട് മച്ച് എനർജി അതങ്ങ് കൊടുക്കുന്നില്ല. ഇത് വീക്കിലി ബൗണ്ടാണ്. അപ്പോൾ കൊഹസീവ് എനർജി ഇവിടെ വളരെ ലെസ്സായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ ലെസ്സായിട്ട് കൊഹസീവ് എനർജി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നില്ല. ഡിസ്റ്റോർഷൻ ഇവിടെ the electronic distribution in the crystal is not significantly distorted from the free electron distribution around the free atom because not much energy is available to distort the free atom charge. Okay, then next point എന്ന് പറയുന്നത് the cohesive energy of an atom in the crystal is only 1%. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനേർട്ട് ഗ്യാസിൻ്റെ അപേക്ഷിച്ച് എന്താ കോഹസീവ് എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കോഹസീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു ദ ക്രിസ്റ്റൽ ടു സെപ്പറേറ്റ്സ് ഇറ്റ്സ് കമ്പോണൻറ്റ് ഇൻ ടു ന്യൂട്രൽ ഫ്രീ ആറ്റംസ് അറ്റ് റെസ്റ്റ് അറ്റ് ഇൻഫിനിറ്റ് സെപ്പറേഷൻ വിത്ത് ദ സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താ കോഹസീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the crystal is defined as the energy that must be added. നമുക്കിപ്പോൾ ഒരു കോമ്പൗണ്ട് ഫോമിലിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്റ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണ്. അത് എത്രമാത്രം ഡിസ്റ്റൻസിൽ അല്ലേ. ഇപ്പം നമുക്കറിയാം ഒരു എന്ന് പറയുന്നതുണ്ട്, റിലേറ്റഡ് ആണ്. കാരണം നമുക്കറിയാം നമ്മളതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടപ്പോൾ റിലേറ്റഡ് ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ അത് ഒരിക്കലും ബൗണ്ട് ചെയ്യാത്ത രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ആ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് എന്തുമാത്രം എനർജി വേണം, അതായത് പഴയ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് തിരിച്ചു പോകണം. അത് ന്യൂട്രൽ സ്റ്റേറ്റിൽ, സ്റ്റേബിൾ സ്റ്റേറ്റിൽ ന്യൂട്രൽ ആറ്റമായിട്ട് ഇരിക്കാൻ എന്തുമാത്രം അതിന് ഈ ക്രിസ്റ്റലിന് വേണ്ട എനർജി, ആ എനർജിക്കാണ് എന്തെന്ന് പറയുന്നത് കോഹസീവ് എനർജി. മിനിമം എനർജിയാണ് അല്ലേ. മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജിയാണ്. അത്ര എനർജി ഉണ്ടെങ്കിൽ എന്തുണ്ടാവത്തുള്ളൂ, അതിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് അത് സെപ്പറേറ്റ് ചെയ്ത് അതിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആറ്റമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് എനർജി ഈസ് നോൺ ആസ് കൊഹസീവ്, അതായത് കൊഹഷൻ, അഡ്ഹിഷൻ അല്ലേ. കൊഹസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനെ വിട്ട് നിൽക്കുക. അഡ്ഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അടുപ്പിച്ച് വെക്കുക അല്ലേ. അപ്പോൾ ആ ഒരു എത്രമാത്രം ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിൽ പോയാലും കുഴപ്പമില്ല, അതിനകത്ത് ആറ്റത്തെ കമ്പൈൻ ചെയ്ത് ഒന്നിച്ചിരുത്താതെ ന്യൂട്രൽ ആറ്റമായിട്ട് ഇരിക്കാൻ വേണ്ട എനർജിക്കാണ് കൊഹസീവ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊഹസീവ് എനർജി എന്ന് പറയുന്ന ഈ ക്രിസ്റ്റലിൻ്റെ കേസിൽ, ഇനേർട്ട് ഗ്യാസിൻ്റെ കേസിൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് അല്ലേ, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. ദിസ് വൺ നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ആൻഡ് റെഡോൺ. ഈ ഒരു ആറ്റത്തിൻ്റെ കേസിൽ കമ്പയർഡ് ടു അതർ elements in the periodic table it is very less. കൊഹസീവ് എനർജി വളരെ കുറവാണ്. നോക്കിക്കേ, വളരെ കുറവാണ്. കൊഹസീവ് എനർജി ഈസ് വെരി ലെസ് കമ്പയർഡ് ടു അതർ elements in the periodic table. Okay, that means the cohesive energy of the crystal is only 1% or less than the less of the ionization energy of the atomic electron. Thus not much energy is available to distort the free energy of the distort the free atom charge distribution. Okay, അപ്പോൾ നമുക്കിതിന് എന്താണ്, ഇതിനകത്ത് നമുക്ക് അത്ര ആവശ്യം എനർജി, ദസ് നോട്ട് മച്ച് എനർജി ഈസ് അവൈലബിൾ ടു ഡിസ്റ്റോർട്ട് ദ ഫ്രീ ആറ്റം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റോർഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഡിസ്റ്റോർഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ
അതിനകത്ത് എന്തുണ്ടാകുന്നില്ല, ഷേപ്പ് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ആവശ്യമായ ആ ഡിസ്റ്റോർട്ടഡ് എനർജിയാണ് ഇതിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ പോണ വാൻ ഡെർ വാൾസ് ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. വാൻ ഡെർ വാൾസ് ഇൻറ്ററാക്ഷൻ. This part of the distortion gives the van der Waals interaction. Okay, this one gives the van der Waals interaction. Okay, അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനേർട്ട് ഗ്യാസിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇലക്ട്രോൺ ഹോൾഡ് ടുഗദർ. These inert gases, the inert gases are crystals. The inert gas crystals are weakly wound with the cohesive energy less than the few percentage of the cohesive energy of the elements in the carbon, silicon, germanium, etc. ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ബാക്കി എല്ലാ എലമെൻസിനെ അപേക്ഷിച്ച് ദിസ് വൺ ഈസ് വെരി ലെസ് കമ്പയർഡ് ടു ഓൾ അതർ ഇലക്ട്രോൺസ്. ഓക്കെ, ഓൾ അതർ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. എന്താണ് ഇതിനകത്തൊരു ക്രിസ്റ്റലിനെ ഹോൾഡ് ചെയ്യുന്നത്, ക്രിസ്റ്റലിന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ട്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് ഏതൊക്കെ ഇൻട്രാക്ഷൻസ് ആവാമെന്ന് ഞാൻ പറഞ്ഞത്, ഡൈപോൾ ഇൻട്രാക്ഷൻ ആവാം, പിന്നെ ഹൈഡ്രജൻ ബോണ്ട് ആവാം, പിന്നെ വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ ആവാം. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ക്രിസ്റ്റലിനെ കുറിച്ചാണ് കാണുന്നത്. ഇനേർട്ട് ഗ്യാസ് ക്രിസ്റ്റലിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ഇത് ഓൾറെഡി പീരിയോഡിക് ടേബിളിലെ 18th ഗ്രൂപ്പിൽ അതതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ഇരിക്കുന്ന വളരെ എന്തായിരിക്കും അതിന് വേറെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ആണ്. അതിന് ബാക്കിയുള്ളതുമായിട്ട് എന്തായിരിക്കും ബോണ്ട് ചെയ്യാതെ ആറ്റംസ് കോമ്പൗണ്ട്സ് ആയിട്ടും ക്രിസ്റ്റലായിട്ടും ഇരിക്കുന്നതിനേക്കാൾ അതിന് കൂടുതൽ അത് പ്രിഫറൻസ് കൊടുക്കുന്നത് അത് സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഹോൾഡ് ഇലക്ട്രോൺ ആയിട്ട് അത് ക്രിസ്റ്റലായിട്ട് മാറിയാൽ പോലും, ക്രിസ്റ്റലായിട്ട് ഇനേർട്ട് ഗ്യാസ് ക്രിസ്റ്റലായിട്ട് ബിഹേവ് ചെയ്താൽ പോലും അതിനകത്ത് എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് അധികം ചേഞ്ചസ് ഒന്നും വരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ അവിടെ എന്തായിരിക്കും, ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അവിടെ വീക്കാണ്. ഓക്കെ, വീക്ക് ഇൻട്രാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീക്ക് ഇൻട്രാക്ഷൻ നടക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇത് ഏത് സ്ട്രക്ചറാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞത്, ക്യൂബിക് ക്ലോസ്ഫൈക്ക് FCC സ്ട്രക്ചറാണ് കൂടുതലും കാണുന്നത്. ഹീലിയം ഒഴിച്ച് ബാക്കിയെല്ലാം FCC സ്ട്രക്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വാൻ ഡെർ വാൾസ് ലണ്ടൻ ഇൻട്രാക്ഷൻ പഠിക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. അത് നമ്മൾ കൂളോം പൊട്ടൻഷ്യൽ വെച്ച് ഹാമിൽട്ടോണിയനൊക്കെ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണാനുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പോൾ ഇനേർട്ട് ഗ്യാസ് എന്താണ് നമ്മുടെ മനസ്സിൽ വേണം. ഇനേർട്ട് ഗ്യാസിനകത്ത് നമ്മൾ എന്താണ് വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷനാണ് നടക്കുന്നതെന്ന് നമുക്ക് വേണം അറിഞ്ഞിരിക്കണം. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് പോയിൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.